ഏറനാട് നിയോജക മണ്ഡലത്തിൽ സമഗ്ര വികസന ഉറപ്പ് നൽകിയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൻ. ശ്രീപ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുടിവെള്ളക്ഷാമം, അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രചാരണം. ചാലിയാർ പുഴയുടെ ഇരുകരകളിലായി മലയോര കുടിയേറ്റ കർഷകരും ആദിവാസികളും അടങ്ങുന്ന ജനവിഭാഗം വിധിയെഴുതുന്ന നിയമസഭാ മണ്ഡലമായ ഏറനാട്ടിൽ വികസന മുരടിപ്പ് തന്നെയാണ് പ്രധാന ചർച്ച. കഴിഞ്ഞ 15 വർഷത്തെ ഭരണകാലത്ത് ആരോഗ്യം, കുടിവെള്ളം, ഗതാഗതം, കായികം തുടങ്ങിയ മേഖലകളിൽ കാര്യമായ പുരോഗതി മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഉയരുന്ന വിമർശനം. കാവന്നൂരിലെ ആരോഗ്യ കേന്ദ്രത്തെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. വന്യജീവി ആക്രമണങ്ങൾ മൂലം കർഷകർ നേരിടുന്ന ദുരിതങ്ങൾക്കും ഇതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ജൽജീവൻ മിഷൻ പോലുള്ള കേന്ദ്ര പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാത്തതും എൻ.ഡി.എ പ്രധാന പ്രചരണായുധമാക്കുന്നുണ്ട്. ആദ്യമായി മണ്ഡലത്തിൽ നടപ്പാക്കുക ഞാനും എൻ്റെ ഒരു ടീം. ഏറ്റവും പാവപ്പെട്ടവരെ ഒരു പഞ്ചായത്തിൽ 10 പേരെ തിരഞ്ഞെടുത്ത് പാവപ്പെട്ടവന് ഒരു പഞ്ചായത്തിൽ 10 പേർക്ക് 70 പേർക്ക് 7 പഞ്ചായത്ത് 70 പേർക്ക് വീട് വെച്ച് കൊടുക്കും. ഇവിടെ അരീക്കോട് ഒരു ബൈപ്പാസ് നിർമ്മിക്കും, തീർച്ചയായിട്ടും നിർമ്മിക്കും. 5 വർഷം കൊണ്ട് അരീക്കോട് ബൈപ്പാസ് ഉണ്ടാവും. ഇവിടെ ഒരു ജില്ലാ ആശുപത്രി എന്നത് ഇവിടുത്തെ ആളുകളുടെ സ്വപ്നമാണ്. നല്ല ചികിത്സ നൽകുന്ന ഒരു ജില്ലാ ആശുപത്രി അരീക്കോട് കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പദ്ധതി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഇവിടെ നടപ്പാക്കില്ല, അത് പൂർണ്ണമായും നടപ്പാക്കും. അരീക്കോട് എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ ഈറ്റിലമാണ്. അവിടെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റേഡിയം, അത് അവിടുത്തെ ആളുകളുടെ സ്വപ്നമാണ്. അത് നിർബന്ധമായിട്ട് ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട്. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അഭാവം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. ഇത്തവണ ഏറനാട്ടിൽ മാറ്റത്തിനായുള്ള ജനാഭിപ്രായം ഉയരുന്നുവെന്നാണ് എൻ.ഡി.എയുടെ വിലയിരുത്തൽ. ജനം, മലപ്പുറം.